ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് മൂവാറ്റുപുഴയുള്ള കൊച്ചിൻ മജ്ലിസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെ നോർമൽ അൽഫാമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ആദ്യം തുറന്ന് നോക്കാം. നമുക്കിത് സൊമാറ്റോയിലൂടെയാണ് കിട്ടിയത്. പിക്കിൾസ് ഉണ്ട്, ആയുണ്ട്. അതിന് നമുക്ക് വന്നേക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഓഫറെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 177 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ചെറിയ ഓഫർ ഉണ്ടായിരുന്നു, ചെറുതല്ല, ഒരു 80 രൂപ ഡിസ്കൗണ്ട് കിട്ടി സൊമാറ്റോയിൽ നിന്ന്. എനിക്ക് അതിൻ്റെ വില അടക്കുന്നത് 215 പ്ലസ് GST പ്ലസ് ഡെലിവറി ചാർജ് വരുന്ന രീതിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചൂടുണ്ട് ഇപ്പോഴും. ഇതാണ് പീസ്. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ മയോ പിക്കിളും കൂടെ അഴിച്ച് വെച്ചിട്ട് നമുക്ക് കഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ കുബൂസ് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കുബൂസ്, എനിക്കിഷ്ടപ്പെട്ടു. മയോ കൂട്ടി നല്ല അടിപൊളി മയണൈസാണ്. മയണൈസിൻ്റെ അട്ടി ഒന്നും പറയാനില്ല, നല്ല മയണൈസ്. ഇതിൻ്റെ കൂടെയൊക്കെ പറ്റിയ സാധനമാണ്. ഇനി നമുക്ക് ചിക്കൻ കഴിച്ച് നോക്കാം. നല്ല നോർമൽ അൽഫാമാണ്, നോർമൽ ടേസ്റ്റ് തന്നെയാണ്. കൂടുതൽ സ്പെഷ്യൽ എന്ന് പറയാനുമില്ല, മോശം പറയാനുമില്ല. മയണൈസ് ഇപ്പോൾ തന്നെ തീരുന്നതാണ്. സ്കിന്ന്, എനിക്ക് ഈ ചിക്കൻ്റെ സ്കിന്ന് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സ്മോക്കായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രില്ലായിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു നോക്കാതെ അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാം കൊള്ളാം. ഒന്നിലും ഒരു മോശവും പറയാനില്ല.
നമ്മുടെ പിക്കിൾസ്. പിക്കിൾസും അടിപൊളി സാധനം എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് ശരിക്കും ഉപ്പും പുളിയും പിടിച്ച കഷ്ണങ്ങളുള്ള ഒന്ന് അവിഞ്ഞ ടൈപ്പ് ഉപ്പിലിട്ടതാണ് ഇഷ്ടം. സെയിം സാധനമാണ് ഇത് എന്ന് വെച്ചാൽ ഭയങ്കര കൊള്ളായിട്ടില്ല, എല്ലാം പാകത്തിന്. അങ്ങനെ ഫ്രഷ്നെസ് ഉണ്ട് ഇതിന്, ബട്ട് ആ ഉപ്പും പുളിയും കറക്റ്റായിട്ട് ഇതിലുണ്ട്. ഐ റിയലി ലവ് ദിസ്. മൊത്തത്തിൽ സംഭവം അടിപൊളിയായി. ഒരൈറ്റം പോലും അതിൽ പിന്നോട്ട് പോയില്ല, എല്ലാം നല്ലതായി. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും ഒരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു സംഭവം. അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ആ പിക്കിളും ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. പിക്കിൾ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, അത് ഉപ്പും പുളിയും നല്ലപോലെ ആ കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ടാവണം. ഒന്ന് അവിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവണം. എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിഞ്ഞു പോകാനും പാടില്ല, ഭയങ്കര ഫ്രഷ് പച്ചയായിട്ടിരിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു പിക്കിളായിരുന്നു അത്. അത് അധികം സ്ഥലത്ത് അങ്ങനെ കിട്ടാറില്ല, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ കുബൂസ് നല്ലതായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ അൽഫാം പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയാൻ തക്കൊന്നുമില്ല. നോർമൽ അൽഫാമായിരുന്നു. നോർമൽ അൽഫാം ഞാൻ ഉദ്ദേശിച്ച് ഐറ്റം നോർമൽ അൽഫാമായിരുന്നു എന്നല്ല, അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. മയണൈസ് വാസ് ഗുഡ്. അത് നല്ലൊരു മയണൈസ് ആയിരുന്നു. ഞാൻ വടിച്ച് സംഭവം സൂപ്പറായിരുന്നു. അല്ലെങ്കിലും മയണൈസ് എല്ലായിടത്തും പൊതുവെ നല്ലതാണ്,
ഇവിടുത്തെ നല്ലതായിരുന്നു, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏത് അൽഫാമാണ് ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.